Hi everyone, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കമ്പനീനെ കുറിച്ചാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, അതിൻ്റെ അലവൻസസ്, ബെനഫിറ്റ്സ്, സാലറി, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിചാരിച്ചു. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ കമ്മിങ് ഫെബ്രുവരി 14 2 കൊല്ലമാകും. അപ്പോൾ ഈ 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ അറിവുകൾ, കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മേ ബി തെറ്റുകൾ ഉണ്ടാകും. അപ്പം അറിയുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് തിരുത്തി തരാം. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് AIASL എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്. ഈ ഒരു കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് തന്നെ കുറേ പേര് പ്രൈവറ്റിൽ വരുന്നതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇൻഡോ തായി ഒക്കെ വരുന്നത് പ്രൈവറ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ കമ്പനി വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്. ഓക്കെ, ഞാൻ കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്ന് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട് ചെയ്യുന്നതും, പിന്നെ വേറൊന്ന് PSC ആയിട്ട്, പാസഞ്ചർ സർവീസ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഇതിലോട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി, അക്കാഡമിക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അക്കാഡമിക് പ്ലേസ്മെൻറ്റ് വഴിയൊക്കെ കയറുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഈ ഒരു 2 രീതിയിലാണ് ഞാനിവിടെ കയറി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും ഈ ഒരു 2 രീതിയിലാണ് കയറിയവരുള്ളത്. ഓക്കെ, ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. ഈ ഒരു 2 ഇതിലൂടെയാണ് ആൾക്കാർ കയറിയിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് മാത്രമാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ ഉള്ള കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഈ ഒരു ഡെസിഗ്നേഷനിലോട്ട് കഴിഞ്ഞ 2023 ഡിസംബറിലെങ്ങാനുമാണ് ലാസ്റ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊസീജിയേഴ്സും, എൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ റൗണ്ട്സാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടവർക്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. വേണ്ടവർ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചതാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ബെനഫിറ്റ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി 14 കഴിഞ്ഞ 2023 ഫെബ്രുവരി 14 നമുക്ക് ജോയിൻ ചെയ്ത ഞാൻ ഇപ്പം നിൽക്കുന്ന ടൈമിൽ, ഈ ഒരു കമ്മിങ് 2026 ഫെബ്രുവരി വരുമ്പോഴേക്കും ഇത്രയും മാസങ്ങൾ 12 മാസം 24 മാസം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ മാസത്തിലും എനിക്ക് സാലറി ഒരു ദിവസം പോലും വൈകിച്ചിട്ടില്ല. അതൊരു മെയിൻ ബെനഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല കമ്പനീസിലും സാലറി കിട്ടുന്നത് ചിലപ്പം കിട്ടാറില്ല, പറഞ്ഞ സാലറി ഉണ്ടാവില്ല, കിട്ടാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിട്ടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു കയറിയിൽ ഒരു മെയിൻ ഒരു വലിയൊരു ഇത് തന്നെയാണത്. കാരണം കയറിയിട്ട് ഇന്നേ വരെ നമുക്ക് 1-ാം തീയതി ആകുമ്പം വിത്തിൻ ഈവനിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ സാലറിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വരുമ്പം അതങ്ങനെ ഡിലേ വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, നമ്മുടെ കമ്പനിയുടെ കാര്യത്തിൽ സാലറി എനിക്ക് ഒരിക്കലും ഈ ഒരു 2 കൊല്ലത്തിൽ ഒരിക്കലും ഡിലേ ആയിട്ടില്ല. ഓൺ ടൈമായിട്ട് വിത്തിൻ ഈവനിങ്ങിൽ എനിക്ക് എല്ലാ മന്തിലും സാലറി കയറിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് PF-ലും അതുപോലെ ട്രെയിനിങ് ഫീ ആയിട്ടും ഇവർ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനി എടുക്കുന്നുണ്ടാകും PF, ഒരു ചെറിയൊരു എമൗണ്ട്, അതുപോലെ ട്രെയിനിങ് ഫീ. നമ്മുടെ കമ്പനി നമ്മുടെ ഇപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ ട്രെയിനിങ് കാര്യങ്ങളും ഒക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ട് അവർ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മുടെ ഓൺ എക്സ്പെൻസിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കേണ്ടത്. ഓക്കെ, അത് കാലിക്കറ്റും എല്ലാം നമ്മുടെ കമ്പനിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒക്കെ ഓൺ എക്സ്പെൻസിലാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാം നമ്മുടെ സാലറി കാര്യങ്ങളാണ്. അതുപോലെ യൂണിഫോമും നമ്മുടെ ഓൺ എക്സ്പെൻസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റിൻ്റെ ടൈമാണ്. ഷിഫ്റ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8.5 മണിക്കൂറാണ് ഡ്യൂട്ടി ഉള്ളത്. 8.5 മണിക്കൂർ ഡ്യൂട്ടിയിൽ നമുക്ക് ലഞ്ച് ബ്രേക്ക്, അതുപോലെ ടീ ബ്രേക്ക് എല്ലാം കൂടെ ആയിട്ട് ഒരു 1 അവറിൻ്റെ ഉള്ളിൽ 1 അവർ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അത് മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കണം. നിങ്ങൾക്ക് അറിയുണ്ടാകും, ഏവിയേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ടൈമിന് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അത്
എന്താ പറയുക, നമുക്ക് എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് അപ്പം പോയിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ആണ് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, 8.5 മണിക്കൂർ ഷിഫ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ കാലിക്കറ്റും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കണ്ണൂരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കൊല്ലം 2-3 മാസവും ഞാൻ കാലിക്കറ്റിലായിരുന്നു. ബാക്കി ഏപ്രിൽ തൊട്ട് ഇപ്പോൾ ഫെബ്രുവരി വരെ ഇപ്പോൾ കറൻ്റ് ഞാൻ വർക്ക് ചെയ്യുന്നതും നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലാണ്. ഇവിടെയും അവിടെയും എനിക്ക് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പിന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിനെക്കുറിച്ച് മേ ബി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷിഫ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജാബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനും ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ എന്താ പറയുക ജോയിൻ ചെയ്യാൻ പോകുന്ന ടൈം പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഹിജാബ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ നമുക്ക് ഇൻ്റർവ്യൂ ഈ ഒരു എല്ലാം കാര്യങ്ങളും ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് എയർപോർട്ടിൽ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫർസാനയാണോ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് ഫെബ്രുവരി 1st or 2nd ആ ഒരു ഇതിനാണ് വന്നത് കോളൊക്കെ. പെട്ടെന്ന് നമ്മുടെ പിറ്റേന്ന് തന്നെ എയർപോർട്ടിലെത്തണം, ഇങ്ങനെ എന്താ പറയുക ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് വിത്ത് ഫോട്ടോ എല്ലാം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി ചെന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി ഹിജാബൊക്കെ ചെയ്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടാണ് പോയത് സംഭവം. അവിടെ എത്തിയപ്പം അവിടുത്തെ മാം പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് അലൗഡല്ല, ഹിജാബ് അലൗഡല്ല, ഷോൾ അലൗഡല്ല. നമ്മുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ കസ്റ്റമർ സർവീസ് ഫേസിങ് റോളിൽ നമുക്ക് ഷോൾ അലൗഡല്ല എന്നുള്ളത്. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഷോൾ അലൗഡല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അങ്ങനെ കയറി ഇതാ ഇപ്പോഴിങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നു. നമുക്കൊന്നും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ മുസ്ലിംസ് കുട്ടി ആയിട്ട്. വാട്ടവർ അത് നമുക്ക് ഈ ഒരു കമ്പനിയിലുള്ളൊരു പോസിറ്റീവ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ നമുക്ക് സാലറി കിട്ടും. വിത്ത് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് സാലറി ക്രെഡിറ്റ് ആകും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇപ്പോൾ ഈവൻ ഏവിയേഷൻ പഠിച്ചവരാകാം, ഞാൻ ഏവിയേഷൻ പഠിക്കാത്ത ഒരാളാണ്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ അറിവുകൾ കുറവുണ്ടാകും. ഏവിയേഷൻ പഠിച്ചവരും പഠിക്കാത്തവരും ഉണ്ടാവില്ലേ, ഡിഫറൻസ് ഉണ്ടാവില്ല. അവർക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഈവൻ എനിക്ക് ആൽഫ, ബ്രാവോ, ചാർലി, ഡെൽറ്റ അതിൻ്റെയൊക്കെ ഫുൾ നെയിം പോലും എനിക്ക് വല്ലാണ്ട് അറിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഞാനതൊക്കെ ഗ്രാജുവലി പഠിച്ച് വന്നതാണ്. ഓക്കെ, അതൊക്കെ അത് മേ ബി ചെറിയൊരു ബേസിക് കാര്യമാണ്. എന്നെങ്കിൽ പോലും നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഡിഗ്രി മാത്രം കംപ്ലീറ്റ് ചെയ്ത് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. അപ്പോൾ ഇതിലോട്ട് വരുമ്പോഴാണ് നമുക്കതിൻ്റെ എത്രത്തോളം അതിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. അപ്പം നമുക്കുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അല്ലെ എല്ലാതും ഇപ്പോൾ ഈവൻ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടാകും, പുറത്ത് പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ടാകും, വിത്തിൻ നമ്മുടെ എയർപോർട്ടിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ടാകും, മാപ്സൊക്കെയുള്ളത് അങ്ങനെ തുടങ്ങി ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ ട്രെയിനിങ് ഉണ്ടാകും. അങ്ങനെ തുടങ്ങി എല്ലാ ട്രെയിനിങ്ങും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ഏവിയേഷൻ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഡിഗ്രി ഹോൾഡറായ എനിക്കും ഏവിയേഷൻ പഠിച്ച അവർക്കും ചെയ്യാനുള്ളത് സെയിം ജോബാണ്, സെയിം കാര്യങ്ങളാണ്, സെയിം സാലറിയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഡയറക്റ്റ് എയർലൈൻ ആണെങ്കിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ചെറിയ ഫീ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കമ്പനിക്കുള്ള ലീവിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് കമ്പനിക്ക് 7 CL, 7 സിക്ക് ലീവ്. CL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ ലീവ്, SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ലീവ് ആൻഡ് ഒരു 21 പ്രിവിലേജ് ലീവ് ഉണ്ട്, PL ലീവ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹോളിഡേ ഓഫുകളുണ്ട്. അത് വിത്ത് നമുക്ക് കലണ്ടറിലുള്ള എല്ലാ റെഡിലുള്ള വരുന്നതല്ല, നമുക്ക് നമ്മുടെ കമ്പനിയായിട്ട് തരുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, ഹോളിഡേ ഓഫിൻ്റെ ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റിൽ വരുന്ന എല്ലാ ഹോളിഡേ ഓഫുകളും നമുക്ക് കിട്ടും. ഓരോ ഇയറിൽ ഇത്ര ഹോളിഡേയ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് PDF എപ്പോഴും നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും ഹോളിഡേ ഓഫുകളുണ്ട്. പിന്നെ വീക്കിലി ഒരു ഓഫ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കെല്ലാം ഞാൻ ഫിക്സഡ് ഈവനിങ്ങിലായിരുന്നു കൂടുതലും ചെയ്തത്, ഫിക്സഡ് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീക്കിലി 1 ഓഫാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കമ്പയർ ടു കണ്ണൂർ എയർപോർട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുമ്പം 1 വീക്ക് നമുക്ക് ഈവനിങ് ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ വീക്ക് ഓഫ് കഴിഞ്ഞിട്ട് കയറുന്നത് നൈറ്റിലോട്ടാണ്. 1 വീക്ക് ഈവനിങ്, 1 വീക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 വീക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയുമ്പോൾ നമുക്ക് 2 ദിവസം ഓഫ് കിട്ടും. ഈവനിങ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ദിവസം ഓഫ് കിട്ടും. അങ്ങനെയാണ് കണ്ണൂർ എയർപോർട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഓഫിൻ്റെ കാര്യം. അത്യാവശ്യം ഓഫുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കമ്പനി തന്നെയാണ്. കാരണം വെൻ കമ്പയർ ടു നമ്മുടെ പ്രൈവറ്റ് GHO ഒക്കെ വരുമ്പം അവർക്കൊക്കെ വീക്കിലി ഓഫ് ഉണ്ടാകും, വേറെ ഓഫും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുപോലെ നമ്മുടെ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും കമ്പയർലി കുറച്ച് ലോ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉള്ള കമ്പനീസിലുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസിൽ കുറച്ച് ബെറ്റർ പാക്കേജ് നമുക്കാണുള്ളത്. അതും വലിയൊരു ഹൈ സാലറി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഇൻസൈഡ് നമുക്കറിയുണ്ടാവില്ല, ഇൻസൈഡ് കേരള അല്ലെങ്കിൽ ഇൻസൈഡ് ഇന്ത്യയിലൊക്കെ വരുമ്പം പാക്കേജ് എല്ലാ ഒരു ജോബിനാണെങ്കിലും വളരെ കുറവാണ് കിട്ടുന്നത്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ പൊതുവേ ഡയറക്റ്റ് എയർലൈൻ കയറുന്നതിനെക്കാട്ടും കുറച്ച് സാലറി കുറവായിരിക്കും. അതെല്ലാവർക്കും പറയുന്ന കാര്യമാണ്. ഡയറക്റ്റ് എയർലൈൻ കയറുന്നതും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതും രണ്ടാണ്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ് സാലറി പാക്കേജ് കുറവായിരിക്കും. ഡയറക്റ്റ് എയർലൈൻ ആകുമ്പോൾ ഡയറക്റ്റ് എയർലൈൻ്റെ അലവൻസും കാര്യങ്ങളും അതുപോലെ പാക്കേജും അത്യാവശ്യം ഉണ്ടാകും. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ വെച്ചിട്ട് നമ്മുടെ കമ്പനി കുറച്ചുകൂടെ ബെറ്ററാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാത്തിലും, ലീവിൻ്റെ കാര്യത്തിലാണെങ്കിലും പാക്കേജിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലീവിന് പുറമെ നമുക്ക് മെറ്റേണിറ്റി, ലേഡീസിന് മെറ്റേണിറ്റി ഉള്ള ടൈമിൽ 6 months പെയ്ഡ് ലീവാണ്. 6 മാസത്തിൻ്റെ ഒരു പെയ്ഡ് ലീവ് കിട്ടും. അത് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. SL 7 CL 7 SL ഒരു 21 PL, പിന്നെ എല്ലാ ഹോളിഡേ ഓഫുകളും അതുപോലെ വീക്കിലി ഒരു ഓഫും പിന്നെ മെറ്റേണിറ്റി ലീവും ഒരു 6 മാസത്തെ പെയ്ഡ് ലീവും ഉണ്ടാകും. ഇത്രയാണ് ലീവിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ പാക്കേജിനെ കുറിച്ചാണ്. നമ്മുടെ സാലറി എന്ന് പറയുന്നത് PSA ആയിട്ട് ക്യാബിൻ പ്ലേസ്മെൻറ്റ് ത്രൂ കയറുന്നവർക്ക് ഒബ്വിയസ്ലി പാക്കേജ് കുറവായിരിക്കും. ഞാനൊരു ഫിക്സഡ് എമൗണ്ട് പറയുന്നില്ല, ഒരു ആവറേജ് എമൗണ്ടാണ് പറയുന്നത്. 8 to 10 അല്ലെങ്കിൽ 8 to 11 ഉള്ളിലായിരിക്കും അവർക്ക് സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവുക. ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ കയറുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 1 year പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഒരു ഡെസിഗ്നേഷനിലോട്ട് അവർക്ക് ചേഞ്ച് ചെയ്യുക, അവർക്ക് പ്രൊമോഷൻ കിട്ടുക. CSE കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോവർ ഗ്രേഡ് ആയിട്ടുള്ളത് PSA ആണ്, പാസഞ്ചർ സർവീസ് ഏജൻറ്റ്. പിന്നെ അത് CSE ആകും, പിന്നെ സീനിയർ CSE, പിന്നെ അങ്ങനെ മേലോട്ട് പോയിട്ട് കുറേ ഗ്രേഡുകളുണ്ട്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്. അധികം പെട്ടെന്ന് നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും കിട്ടില്ല. കുറച്ച് ടൈം എടുത്താണ് നമുക്ക്, കുറച്ച് ഇയേഴ്സ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക്. ലെങ്തിയാണ് പ്രോസസ്സ്, സ്ലോ പ്രോസസ്സാണ്. നമ്മുടെ ഡെസിഗ്നേഷൻ, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഡെസിഗ്നേഷൻ ചേഞ്ച് ആവണമെങ്കിൽ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഇൻ ദ കേസ് ഓഫ് PSA, അപ്പോൾ ആ ഒരു PSAക്കാർക്ക് 1 year പ്രൊബേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജൂനിയർ CSEയിലോട്ടും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് CSEയിലോട്ടും പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ ജൂനിയർ CSEക്കും +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും രണ്ട് സാലറിയാണ് കിട്ടുന്നത്. ഞാനൊരു ആവറേജ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ CSEക്കാർക്ക് ഒരു 19 to 21 ഉള്ളിൽ, 21 അല്ലെങ്കിൽ ഒരു 18 to 21 ഉള്ളിലൊക്കെ ആയിരിക്കും അവർക്ക് സാലറി. ഡിപ്പെൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇനിയും നമ്മുടെ CSE, ഞാൻ വർക്ക് ചെയ്യുന്ന പോസ്റ്റാണ് CSE എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 20 to 25 ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചാണ് നമുക്ക് സാലറി ഉള്ളത്. പിന്നെ ഒരു സീനിയർ CSE എന്ന് പറയുമ്പോൾ 25 to 30 ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഡിപ്പെൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അതുപോലെ സാലറിക്ക് പുറമെ നമുക്ക് ദീപാവലി ബോണസ് കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി തരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ ദീപാവലി ടൈമിൽ, ഇപ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് നമുക്ക് കിട്ടിയ ബോണസിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ബോണസ് കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഞാൻ മാക്സിമം പോയിൻറ്റ്സ് കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി. ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ടൈം എടുത്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.